മലയാളത്തിൽ വാഴ എന്ന സിനിമ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ തമിഴിൽ നിന്ന് വാഴ എന്ന സെയിം പേരിലുള്ള ഒരു സിനിമ വന്ന് മികച്ച അഭിപ്രായങ്ങളോടുകൂടി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാരി സെൽവരാജാണ്. അഭിനയിച്ചിരിക്കുന്നത് ദിവ്യ ദുരൈസ്വാമി, കലയരസൻ, നിഖിലാമിമലൊക്കെയാണ്. ഇതിൻ്റെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് 2 കൊച്ചു കുട്ടികളാണ്. ഡയറക്ടർ മാരി സെൽവരാജിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഈ സിനിമ പറയുന്നത്. ചെറുപ്പകാലത്ത് ഈ കുട്ടികൾ വാഴക്കുല ചുമക്കുന്ന ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ വാഴത്തോട്ടത്തിൽ നിന്നും വാഴക്കുല വെട്ടി അത് ചന്തയിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ വലിയ ആളുകളുടെ കൂടെ പോകുമായിരുന്നു. ഇതായിരുന്നു അവരുടെ വരുമാനമെന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് അങ്ങനെ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, പണിയെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൻ സ്കൂളിൽ പോകാനാണ് ഇഷ്ടം. വളരെ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇവൻ്റെ അമ്മയാണ് നിർബന്ധിച്ച് ഇങ്ങനെ പണിക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ്റെ ലൈഫും ഇവൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളിലെ ലൈഫും അതുപോലെ ഇവൻ്റെ സൗഹൃദവും അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്താണ് ഈ സിനിമ പറയുന്നത്. ആ സമയത്ത് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് പോകുന്നത്. ഡയറക്ടർ ബാല ഈ സിനിമ കണ്ടിട്ട് കരയുന്നൊരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതൊക്കെ കണ്ടിട്ടാണ് കയറിയത്. പക്ഷേ നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി ഒരു 90% എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഭയങ്കര ലാഗായിട്ട് സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വർക്കായില്ലായിരുന്നു ശരിക്കും പറഞ്ഞ സിനിമ. അവസാനത്തെ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. അവിടെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തി. ആ ടൈമിലുള്ള മ്യൂസിക്കും വിഷ്വലും എല്ലാം കൊണ്ടും ഭയങ്കര ഇൻറ്റൻസായിട്ട് നമ്മളുടെ മനസ്സ് മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സിനിമയിൽ കാണിക്കുന്നത്. അവസാനത്തെ ഒരു 15-20 മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിന്നും അതിൻ്റെ എൻഡ് കാർഡ് തീരുന്നവരെ ഒരാൾ പോലും അനങ്ങിയിട്ടില്ലായിരുന്നു. അതുപോലെ എല്ലാവരും ആ സമയത്ത് അവിടെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത്. കാരണം ശരിക്കും നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഈ ഡയറക്ടർക്ക് ശരിക്കും ലൈഫിൽ ഇങ്ങനെ നടന്ന സംഭവമാണല്ലോ എന്ന് അറിയുമ്പോഴത്തേക്ക് ശരിക്കും വല്ലാത്തൊരു വിങ്ങൽ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ്. മികച്ച ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി ഫിലിമായിട്ടായിരുന്നു ഇത് എടുക്കേണ്ടത്. ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ ഒരു 90%ഉം ഈ കൊച്ചുകുട്ടിയുടെ ലൈഫ് കുട്ടിക്കാലം, സ്കൂള് ഇതൊക്കെ കാണിക്കുമ്പോഴും അവിടെ ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം നല്ല ലാഗ് അടിച്ച് തന്നെയാണ് പറഞ്ഞത്. ഒരു തിയേറ്റർ വാച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമാക്സ് സീൻ ഭയങ്കരമായിട്ട് തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടുള്ളൊരു സിനിമയാണ്. നല്ല മികച്ചൊരു സിനിമ എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ റിയൽ ഇൻസിഡൻ്റൊക്കെ ബേസ് ചെയ്ത് സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം.